വളരെ രുചികരവും ആരോഗ്യകരവുമായ മുതിരത്തോരൻ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുതിരത്തോരൻ. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ട ചേരുവകളെക്കുറിച്ചും അത് ഉണ്ടാക്കുന്ന വിധവും ഞാൻ ഇതിൽ നിങ്ങളെ കാണിക്കുകയാണ്. തലേദിവസം ഞാൻ വെള്ളത്തിലിട്ടിരുന്ന മുതിരയാണിത്. രാവിലെ ഇത് കുതിർന്നതിന് ശേഷം ഞാൻ കഴുകി വാരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, ആവശ്യത്തിന് വേകാനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ ഒരു സ്റ്റവ് കത്തിച്ച് സ്റ്റൗവിൽ വെക്കാം. 3-4 വിസിൽ വരുന്നത് വരെ നമ്മൾ സ്റ്റൗവിൽ തന്നെ വെക്കണം. എന്നാലേ നല്ലവണ്ണം വെന്ത് കിട്ടുകയുള്ളൂ. ഒരു തേങ്ങ മുറിച്ചിട്ടുണ്ട്. അതിൽ ഒരു പകുതി അരമുറി തേങ്ങയാണ് ഞാൻ ഇന്നത്തെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടിയിട്ട് വരാം. അതിന് ശേഷം കാണാം. കുക്കർ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട റെസിപ്പികൾ നോക്കാം. തേങ്ങ ചിരണ്ടിയത്, ചെറിയുള്ളി അരിഞ്ഞത്, 2 വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ വെളിച്ചെണ്ണ വേണം, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരു 1 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിനുള്ളത് എടുക്കണം. അപ്പോഴേക്കും നമ്മൾ സ്റ്റൗവിൽ വെച്ചിരുന്ന മുതിര വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ ഞെക്കുമ്പോൾ നല്ല വെന്ത് ഈ ഒരു പരുവത്തിനായിരിക്കണം. എങ്കിലേ നമുക്ക് തോരൻ വെച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. ചട്ടിക്കകത്ത് വെക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ തോരന്. എണ്ണ ഒഴിച്ചതിന് ശേഷം മുളക്, കരിവേപ്പില, ചുവന്നുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി എല്ലാം നമുക്ക് ഇതിലേക്കിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ചട്ടി നല്ലവണ്ണം ചൂടാകുമ്പോൾ നല്ലവണ്ണം ഇത് വഴന്ന് വരും. കുറേ നേരം നമുക്കിത് വഴറ്റിയെടുക്കണം. എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കിതുപോലെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല ശ്രദ്ധയോടെ ഇത് ഇങ്ങനെ നോക്കി ഇളക്കിക്കൊണ്ടിരിക്കാം. ഏകദേശം ഉള്ളി ഒക്കെ വാടി വന്നിട്ടുണ്ട്. മുളക്, കരിവേപ്പിലയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനായിരിക്കണം. ഇനി നമുക്ക് വെന്ത് വെച്ചിരുന്ന മുതിര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇത് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി, നമ്മൾ കുക്കറിൽ നിന്ന് ഇതിലേക്ക് മുതിര ഇടുമ്പോൾ ലേശം വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം കൂടി നമുക്ക് പറ്റി കിട്ടണം. അതിന് വേണ്ടി നല്ലവണ്ണം ഇളക്കി മിക്സാക്കി കൊടുക്കുക. ആ വെള്ളമാണ് ഇതിനകത്ത് കാണുന്നത്. അതും കൂടെ ഉണ്ടെങ്കിലേ ആ തോരന് പൂർണ്ണമായിട്ടുള്ള വേവാവുള്ളൂ. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വരുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ലാസ്റ്റാണ് നമ്മൾ തേങ്ങ ചിരണ്ടി ഇട്ട് കൊടുത്തത്. എന്നാലേ മുതിരത്തോരൻ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുപോലെ നല്ലവണ്ണം തേങ്ങയെല്ലാം കൂടി മിക്സ് ചെയ്ത് റെഡിയാക്കി കൊടുക്കുക. ഇപ്പം വെള്ളമൊക്കെ വറ്റി നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇനി ലേശം ഒരു 2 മിനിറ്റും കൂടി നമ്മൾ അടുപ്പിൽ വെച്ച് കഴിയുമ്പോൾ മുതിരത്തോരന് റെഡിയാകുന്നതാണ്. ഇതിനിടയ്ക്ക് ഉപ്പൊക്കെ കണക്കാണോ എന്ന് നമ്മൾ നോക്കണം. എല്ലാം കണക്കാണ്. ഇനി ഇതാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുതിരത്തോരൻ. വളരെ എളുപ്പമാണ്. എല്ലാവരും ഈ മഴക്കാലത്ത് കർക്കിടക മാസത്തിലാണ് കൂടുതലും മുതിരത്തോരൻ വെച്ച് കഴിക്കാൻ എല്ലാവരും പറയുന്നത്. അതിനായിട്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ മുതിരത്തോരൻ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മുതിരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു.
അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ